وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാൻ മാസം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും വിശുദ്ധീകരിക്കാനുള്ള അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് വിശ്വാസ മേഖലകളിലെ വിശുദ്ധിയാണ്. അള്ളാഹുവിന് നൽകേണ്ടതായ സ്ഥാനം അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കുവാനുള്ള താല്പര്യത്തിലേക്കൊരു വിശ്വാസി വരുന്നു. നോമ്പെടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി മാറുകയും അള്ളാഹുവിനെ ആ രൂപത്തിൽ കണക്കാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ആത്മീയ തലങ്ങളിലുള്ള വളർച്ചയ്ക്ക് അത് കാരണമായിത്തീരുന്നു. രണ്ടാമത്തെ വിശുദ്ധി എന്ന് പറയുന്നത് ആത്മീയ മേഖലകളുടെ വിശുദ്ധിയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നന്മയുടെയും തിന്മയുടെയുമായിട്ടുള്ള ഒരുപാട് സഞ്ചാര പദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ആന്തരികമായ വിശുദ്ധി പാലിക്കുന്നിടത്ത് മാത്രമാണ് കർമ്മങ്ങൾക്ക് സ്വീകാര്യതയുണ്ടാകുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബാഹ്യമായ രൂപത്തിലുള്ള കർമ്മങ്ങൾക്ക് അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൗതികമായ അവയവങ്ങളെയും രൂപങ്ങളെയും ഭംഗിയാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഹൃദയ വിശുദ്ധി അത് നന്നാക്കി തീർക്കുവാനുള്ള ശ്രമം റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു നേട്ടമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഫഇന്ന ഫിൽ ജസദി മുളാത്തുൻ, അറിയുക, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മുളയിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദ് കുല്ലുഹു, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നാവുകയാണ്. വഇദാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലുഹു, അത് മലിനമായാൽ ശരീരം മുഴുവനും കേടായിത്തീരും. അലാ, അറിയുക, വഹിയൽ ഖൽബ്, അത് ഹൃദയമാകുന്നു എന്ന്. അവ ഹൃദയ വിശുദ്ധി എന്നത് റമദാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, സമൂഹം വേണ്ടത്ര പരിഗണന കൊടുക്കാത്തതുകൊണ്ട്, ഇസ്ലാമിലെ ഒരു ഇബാദത്ത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മുസ്ലിം സമുദായം മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളൊരു വിഷയമാകുന്നു സാമ്പത്തിക വിശുദ്ധി. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ ആ സമ്പത്ത് ശുദ്ധീകരിച്ചു എങ്കിൽ മാത്രമാണ് അതിന് വളർച്ചയും നേട്ടവും ഉണ്ടാവുകയുള്ളൂ. സാമ്പത്തിക വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശുദ്ധീകരണം നടത്തണമെങ്കിൽ അതിൽ കുറച്ച് നമ്മുടേതല്ലാത്ത ഒരു പങ്കുണ്ട്. ആ പങ്ക് നിർണിതമായ ഒരു അവകാശമാണ്. ഒരിക്കലും പണക്കാരൻ്റെ ഔദാര്യത്തിൽ കൊടുക്കേണ്ടതല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ലിസ്സായിലി വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവരുടെ സമ്പത്തിൽ നിർണിതമായ ഒരു ഓഹരിയുണ്ട്, അവകാശമുണ്ട്. അത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുമ്പോഴാണ് സമ്പത്തിന് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. അത് നമുക്ക് ഭാരമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുമില്ല. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഇന്നുള്ള ഒരു ഭക്ഷ്യവസ്തു, ഒരു പഴവർഗം, ഉദാഹരണത്തിനൊരു തണ്ണിമത്തങ്ങ എന്ന് വിചാരിക്കുക. നീളമുള്ളൊരു തണ്ണിമത്തങ്ങ 10 കഷ്ണമായിട്ട് നമ്മൾ അതിനെ അരിയുന്നു. അതിൽ 10ാമത്തെ ഒരു കഷ്ണമെടുത്തിട്ട് 4ആയി കഷ്ണിക്കുന്നു. ആ 4ൽ ഒരു ഭാഗം മാത്രമാണ് സക്കാത്തിൻ്റെ മുതലിലേക്ക് നീക്കി വെക്കേണ്ടതുള്ളൂ.
ആ 2.5 എന്ന് പറയുന്നത് നമ്മുടേത് അല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ 2.5 കൃത്യമായ രൂപത്തിൽ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എത്താത്തതിൻ്റെ കാരണം ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനാണോ അല്ലയോ എന്ന ചർച്ച ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. തീരാത്ത സംശയങ്ങളിലേക്ക് അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മതയോടുകൂടി അതിനെ നാം പഠിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 590 ഗ്രാം വെള്ളിയുടെ വില കൈകളിൽ ഒരു വർഷത്തിൽ വന്നു പോകുന്നുവെങ്കിൽ കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നുവെന്ന് ലളിതമായി മനസ്സിലാക്കുക. അങ്ങനെ വന്നാൽ ഒരു ഏകദേശം 60,000 രൂപ ഒരു വർഷത്തിൽ നമ്മുടേത് ഒരു നീക്കുവാക്കി എന്ന രൂപത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കുവാൻ താൻ നിർബന്ധിതനാകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കൂലി വേല എടുക്കുന്ന ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ അവൻ 1000-1200 രൂപ ലഭിക്കുന്നുവെങ്കിൽ അവൻ അതിൽ നിന്ന് അവൻ്റെ അടിസ്ഥാന ആവശ്യം എന്നിടത്തേക്ക് എത്തിയാൽ തന്നെ കഴിഞ്ഞാൽ എന്തായിരുന്നാലും 5000-ൽ കുറയാത്തത് എന്തായിരുന്നാലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഒരു വർഷത്തിൽ കൂട്ടിയാൽ 60,000 ആകുമ്പോൾ കൂലിവേലക്കാരൻ പോലും യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥനാകുന്നു. ആ 2.5 എന്ന് പറയുന്നത് അയാൾ മാറ്റിവെച്ച് അത് ഒരു സംഘടിത സക്കാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം വളരെ വലുതായിത്തീരും. അതുകൊണ്ട് അതിൻ്റെ വിഷയം നാം മനസ്സിലാക്കുക. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് നാശം. അല്ലദീന ലാ യൂതൂന സക്കാത്ത്, ബഹുദൈവ വിശ്വാസികൾ അവർ സക്കാത്ത് നൽകുന്നില്ല, കൊടുക്കുന്നില്ല. അവ ഏകദൈവ വിശ്വാസികളുടെ ജീവിതത്തിലെ ആരാധന മേഖലയാകുന്നു, ഇബാദത്താകുന്നു സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്തിന്റെ അർത്ഥം വളർച്ച എന്നാണ്, വിശുദ്ധി എന്നാണ്, സംസ്കരണമെന്നാണ്. കൊടുത്താൽ അതിന് വർധനവുണ്ടാകും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് അനുഭവപ്പെടണമെങ്കിൽ അത് കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ആ ഒരു ജീവിതാവസ്ഥയിൽ പലപ്പോഴും പിന്തിപ്പിക്കൽ നടക്കുന്നത് കൊണ്ടാണ് ഖുർആനിൽ വെള്ളിയാഴ്ചയിൽ നാം കേൾക്കുന്ന ഒരു ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുകയാണ്, എപ്പോൾ മരണാസന്നമാകുന്നു അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എൻ്റെ രക്ഷിതാവേ ഒരല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിക്കുകയാണ് എങ്കിൽ, കുറച്ചായുസ് എനിക്ക് നീട്ടിത്തന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ഫഅസ്വദ്ദഖ. ബാക്കി ഒന്നിലും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. നമസ്കരിച്ചിട്ടുണ്ട്, നമസ്കരിച്ചില്ലെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിൽ ഞാൻ ഇപ്പോഴും വീഴ്ച വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ നിർവഹിക്കാം. അതെന്താണ്? ഫഅസ്വദ്ദഖ. സ്വതക്ക കൊടുക്കുന്ന, ദാനം കൊടുക്കുന്ന, സമ്പത്ത് ചെലവഴിക്കുന്ന മേഖലയിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ചെയ്തു കൊള്ളാം. വഅകും മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളിൽ ഞാൻ പെട്ടുകൊള്ളാം. പടച്ചറബിന്റെ മറുപടിയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാളുടെ അജൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിന്തിക്കുകയില്ല. സൂറത്തുൽ ഖിയാമയിലെ ആയത്ത്, മരിച്ചൊരു മനുഷ്യൻ അവസാനം നരകത്തിന്റെ തട്ടിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. അതിന്റെ കാരണമായി അവിടെ പഠിപ്പിക്കുന്നൊരു വിഷയം ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാം, അവൻ ചെയ്യാതെ വീഴ്ച വരുത്തിയ ആദ്യത്തെ പ്രവർത്തനം ഫലാ സ്വദ്ദഖ, അവൻ സ്വതക്ക ചെയ്തിട്ടില്ല, ദാനം ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയങ്ങളിലെല്ലാം പണ്ഡിതന്മാർ കൂടുതലായി പറയുന്നത് പാവപ്പെട്ടവൻ്റെതായ അവകാശങ്ങൾ അതിങ്ങനെ കൈവശം വെച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വീഴ്ച വരുത്തുന്ന ഒരു പരലോകത്ത് അവൻ അതിൻ്റെതായ ശിക്ഷാ നടപടികൾ അള്ളാഹു സ്വീകരിക്കും. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കാത്ത് ഒരു സമൂഹം തടയപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ക്ഷാമവർഷങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന്. മാ മനഅ ഖൗമുൻ
ഒരു ജനത സക്കാത്ത് തടഞ്ഞു വെക്കുകയാണ് എങ്കിൽ ക്ഷാമ വർഷങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കാതിരിക്കുകയില്ല എന്നാണ്. ഇത് റമദാനിൽ പറയേണ്ട ഒരു വിഷയമല്ല. റമദാനിൽ ശേഖരിക്കേണ്ടതല്ല സക്കാത്ത്. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. ആ കടം കൊടുക്കാനുള്ളത് ഇങ്ങനെ വെച്ച് അവസാനം റമദാനാകുമ്പോൾ കടം വീട്ടിയാൽ ഇരട്ടി പുണ്യം കിട്ടുമെന്ന് നമ്മൾ ആർക്കെങ്കിലും വിചാരമുണ്ടോ? ഇല്ല. അത് നിസാബ് ഒരു വർഷത്തിൽ എവിടെ ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അടുത്ത ജനുവരി ആകുമ്പോഴേക്കും അടുത്തതിൻ്റെ കണക്ക് വരികയാണ്. അങ്ങനെ കൊല്ലത്തിൽ കൊടുത്ത് വീട്ടേണ്ടതാണ്. റമദാൻ മാസം പുണ്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പറയുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഞാനും നിങ്ങളും സ്വയം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടത്, പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് കൊടുക്കാനാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. പരലോക ബോധത്തിൽ നിന്നാണ് ഇത് നൽകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഖുർആൻ പറഞ്ഞു, വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവവിശ്വാസികൾക്ക് നാശം, അല്ലദീന ലാ യൂതൂന സക്കാത്ത്, അവർ സക്കാത്ത് നൽകുന്നില്ല, വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ നിഷേധിക്കുന്നവരാണ്, തള്ളിക്കളയുന്നവരാണ്. പരലോക ബോധം ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് അത് കൊടുക്കാനുള്ള മനസ്ഥിതി എത്തുന്നത്. അങ്ങനെ സക്കാത്ത് സംവിധാനങ്ങൾ കുറ്റമറ്റ രൂപത്തിൽ നടപ്പിലാക്കിയ കാലഘട്ടങ്ങളിൽ സക്കാത്ത് വാങ്ങുവാൻ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. മറ്റൊന്ന്, സാമ്പ്രദായികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന്, നമ്മുടെ പൈസയെല്ലാം സക്കാത്തിന്റെ വിഹിതങ്ങൾ 50ഉം 100ന്റെയും നോട്ടുകളായി ഇങ്ങനെ വെച്ചിട്ട് വീട്ടിലേക്ക് വരുന്നവർക്കെല്ലാം കൊടുത്ത് ഇങ്ങനെ വീട്ടുന്ന ഒരവസ്ഥയിലൂടെ സക്കാത്ത് പോകുന്നു. അത് സക്കാത്തല്ല, അത് കേവലം സ്വതക്കകൾ മാത്രമാകുന്നു. മറ്റൊന്ന്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമായതിങ്ങനെ കൊടുത്ത് വീട്ടുകയാണ്. സക്കാത്തിന്റെ മുതൽ കുടുംബങ്ങൾക്കിടയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നൊരവസ്ഥയുണ്ടാകുന്നു. സക്കാത്തിന്റെ 8 അവകാശികളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അഖ്റബീൻ എന്നൊരു വാക്ക് വന്നിട്ടില്ല. അഖ്റബീൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ. അൽ യതാമ, യതീം എന്നൊരു വാക്ക്, അനാഥ എന്ന വാക്ക് അവിടെ വന്നിട്ടില്ല. കാരണം കുടുംബക്കാരുടെയും യതീമിന്റെയും പ്രശ്നം ഈ 2.5-യിലല്ല പരിഹരിക്കേണ്ടത്. 2.5-യിൽ പരിഹരിച്ചാൽ തീരുന്നതല്ല അവരുടെ പ്രശ്നങ്ങൾ. 97.5 ബാക്കി കയ്യിൽ നിൽക്കുന്നതിൽ നിന്ന് വേണം കുടുംബക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അപ്പോൾ ഈ 2.5 സക്കാത്ത് സെല്ലുകളിലേക്ക് എത്തുന്നില്ല. ഇത് കുടുംബക്കാരുടെ മുത്താപ്പാന്റെ മക്കൾക്ക്, എളാപ്പാന്റെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞ് കുടുംബക്കാരുടെ ഇടയിൽ തന്നെ കറങ്ങി നടക്കുകയാണ്. എന്നാൽ നമ്മൾ എന്ത് ധർമ്മം ചെയ്യുന്നുവെങ്കിലും അത് കുടുംബക്കാരെ പരിഗണിക്കണമെന്ന് ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. പക്ഷെ സക്കാത്തിന്റെ വിഹിതം പറഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ നൽകുന്ന വിഷയത്തിൽ ദവിൽ ഖുർബ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് എന്ന ഇസ്ലാമിലെ ഇബാദത്ത് ഇപ്പോഴും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അത് ഇസ്ലാമിന്റെ കുറ്റമല്ല, മറിച്ച് അതിൻ്റെ സ്വീകരണ വിതരണ മേഖലയിൽ വന്നിട്ടുള്ള അപാകതകൾ കൊണ്ടാണ്. എന്നാൽ അത് ശാസ്ത്രീയമായ കണക്കോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ വളർച്ചകളുണ്ടായ പ്രദേശങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ കോടികളാണ് സക്കാത്തിന്റെ വരുമാനങ്ങളായി വന്നു ചേർന്നിട്ടുള്ളത്. ഈ പിച്ചി പങ്കിടലെല്ലാം അവസാനിപ്പിച്ച് സക്കാത്തിലേക്ക് വന്ന പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങിച്ച് എന്നിട്ട് നാട്ടിലുള്ള പ്രമുഖ പൗരന്മാരെ കണ്ട് വീട് വെച്ച് കൊടുത്ത്, അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 20 വീട് തുടങ്ങി 40-ആയി 60-ആയി 80 അങ്ങനെ വീടുകൾ വെച്ച് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചത് കോടികൾ സക്കാത്തിലേക്ക്, ആ കുറ്റമറ്റ രൂപത്തിലേക്ക് അവിടെ വന്നത് കൊണ്ടാണ്. അതുകൊണ്ടൊരു മഹല്ലിൽ, ഏതെങ്കിലും ഒരു മഹല്ലിൽ ഇത്രയും കാലഘട്ടത്തിനു ശേഷം സമ്പൂർണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കി എന്ന് പറയാൻ പറ്റുന്ന മഹല്ലുകളെ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ മഹല്ലുകളിൽ കോടികൾ വിലപിടിപ്പുള്ള വീടുകളുണ്ട്, ലക്ഷങ്ങളുടെ കാറുകളുണ്ട്, ലക്ഷങ്ങൾ വരുമാനമുള്ള ആൾക്കാരുണ്ട്. ഇവിടെയുള്ള ഈ വരുമാനത്തിന്റെ കൃത്യമായ അതിൻ്റെ ഓഹരി സക്കാത്ത് സെല്ലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കിട്ടുന്ന പൈസയിൽ നിന്ന് 1000 രോഗിക്ക് കൊടുത്ത് 1000 വിന്യാക്ക് കൊടുത്ത് അങ്ങനെ കാലാകാലം സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സമൂഹത്തെ സൃഷ്ടിക്കലല്ല. ഈ കൊല്ലം ഒരുപക്ഷെ 1 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക.
ആ 1 ലക്ഷം ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, ഇക്കൊല്ലം അയാളെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് സക്കാത്ത് സംവിധാനത്തിന്റെ സുഖകരമായ നടത്തിപ്പ് എന്നുള്ളത്. അതുകൊണ്ട് സ്വയം ഒരു ആത്മവിശകലനത്തിന് തയ്യാറാവുക. എൻ്റെ സമ്പത്തിനെ എനിക്ക് ശുദ്ധീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ശുദ്ധീകരിച്ചെങ്കിലേ റമദാനിന്റെ വിശുദ്ധി എന്നിടത്തേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ രൂപത്തിൽ സാമ്പത്തിക വിശുദ്ധി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിശ്വാസ സമൂഹത്തിന്റെ മുഴുവൻ മേഖലകളും വിശുദ്ധീകരിക്കുമ്പോഴാണ് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നത്. നമ്മുടെ മുന്നിൽ പട്ടിണിപ്പാവങ്ങൾ ഒരുപാട് ഇങ്ങനെ കണ്ണീര് വാത്ത് കഴിയുമ്പോൾ ആ അവകാശം നമ്മുടെ കൈകളിലിരിക്കും തോറും നമുക്കതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് സംവിധാനം കുറ്റമറ്റ രൂപത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പലസ്തീൻ സമൂഹത്തിന് വേണ്ടി, പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി എല്ലാ നമസ്കാരാനന്തരവും നമ്മൾ പ്രാർത്ഥിക്കുക. ദുർബലരായ സമൂഹം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളിൽ നിന്ന് അള്ളാഹു ആ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാവിധ അപാരമായ സഹായവും ആ ജനതയിലേക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ശത്രുക്കൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ ശിക്ഷകൾ നൽകിക്കൊണ്ട് അള്ളാഹു ആ സമൂഹത്തെ പരാജയപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ സംഭവിച്ചു പോകുന്ന എല്ലാവിധ പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ എല്ലാ മേഖലയിലും സമാധാനം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ